എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. നമ്മളിന്ന് സർപ്പപ്രീതി ആർജിച്ച നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എല്ലാ നക്ഷത്രങ്ങൾക്കും 27 നക്ഷത്രങ്ങൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രാധാന്യമുള്ള നക്ഷത്രങ്ങളാണ്. നമുക്കറിയാം, ഗണങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേവഗണം, മനുഷ്യഗണം, അസുരഗണം എന്നിങ്ങനെ നമ്മൾ നക്ഷത്രങ്ങളെ തിരിച്ചിട്ടുണ്ട്. പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ നക്ഷത്രങ്ങളെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗണങ്ങളുടെ അടിസ്ഥാനത്തിലും പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിലും ഒക്കെ ആ ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രക്കാർക്കൊക്കെ ആ ഒരു സ്വഭാവ സവിശേഷതകളും അതിൻ്റെ പ്രാധാന്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നതുമായിരിക്കും. അതുപോലെ തന്നെ നാഗപ്രീതി ആർജിച്ച നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും കുറേ പ്രത്യേകതകളും വ്യക്തിത്വത്തിനുമായാലും കർമ്മമേഖലയിലായാലും അവരുടെ പെരുമാറ്റ രീതിയിലായാലും ഒക്കെ ഒരു വ്യത്യസ്തത നമുക്ക് അനുഭവപ്പെടുന്നതുമായിരിക്കും. അപ്പോൾ ആ സർപ്പനക്ഷത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സർപ്പനക്ഷത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് തിരുവാതിര, ചോതി, ആയില്യം, പുണർദം, അവിട്ടം, ഭരണി എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു പ്രാധാന്യം, ഇവർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ പലപ്പോഴും അത് ഭവിക്കുമെന്നുള്ളതാണ്. അതായത് ഒരു പ്രവാചക സ്വഭാവമുള്ള നക്ഷത്രക്കാരായിട്ടാണ് ഇവരെ കണ്ടുവരുന്നത്. അത് പലപ്പോഴും ഇവർക്ക് പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാക്കാറുമുണ്ട്. അതായത് നാവിൽ ഗുളിക നിൽക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ അതുപോലെ ഭവിക്കാറുണ്ട്. ഇവർ അറിഞ്ഞുകൊണ്ട് പറയുന്നതാവില്ല, ഇവർ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഏകദേശം അത്തരത്തിലൊക്കെ സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. നേരെ മറിച്ചാണെങ്കിൽ അത് പലപ്പോഴും ശത്രുതയ്ക്കും വിരോധത്തിനും ഒക്കെ കാരണമായി തീരാറുമുണ്ട്. എന്തു തന്നെയായാലും ഇവർക്ക് അങ്ങനെ പ്രത്യേകത ഉള്ളതായി കണ്ടുവരുന്നു. ഇവർ എന്തെങ്കിലും മനസ്സിൽ തോന്നിയാൽ അത് പറയുകയും അത് ചിലപ്പോൾ അതുപോലെ സംഭവിക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. പിന്നീട് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളിലേക്ക് പോകുമ്പോൾ ഇവർ ജനിക്കുന്ന വീടിന് ഐശ്വര്യം ഉണ്ടാകുന്നതായിരിക്കും. ഇവർക്ക് ഒരു ഐശ്വര്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർ ജനിച്ച വീട്ടിലുള്ളവർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടും ഒക്കെ കണ്ടുവരാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യവുമാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളിലൂടെയാണ് മുന്നേറുന്നത്. ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ വിജയം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് 34 വയസ്സിന് ശേഷമാണ് കണ്ടുവരുന്നത്. അതുവരെ ഇവർ പലവിധ പ്രതിസന്ധികളിലൂടെ കടന്ന് പല പരിവർത്തനങ്ങൾക്ക് വിധേയമായി ഏതാണ്ട് 33 വയസ്സിന് ശേഷം, അതായത് 34 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയുടെ ഒരു കാലഘട്ടമായിട്ട് കാണാവുന്നതാണ്. ഇടയ്ക്ക് ദശാസന്ധി മൂലം ഗോചരവശാൽ ഉണ്ടാകാവുന്ന ശനിയുടെയൊക്കെ മാറ്റം മൂലമൊക്കെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാമെങ്കിലും പൊതുവെ 34 മുതൽ 60 വയസ്സിലുള്ള കാലഘട്ടം പുരോഗതിയുടെ ഒരു കാലഘട്ടമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇവർ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നവരാണ്. അതിലൊരു പരിധി വരെയൊക്കെ ഇവർ വിജയിക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ബാല്യകൗമാരങ്ങളൊന്നും അത്ര ശോഭനകരമായിരിക്കണമെന്നില്ല. പലവിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ഏതാണ്ട് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ നേടിയതിന് ശേഷമായിരിക്കും ഇവർ ജീവിതത്തിൽ ഇവരുടേതായ ഒരു പാത കണ്ടെത്തി അതിലൂടെ മുന്നേറി ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന തലങ്ങളിലൊക്കെ എത്തിച്ചേരുന്നു. ഇവർ വളരെ ജിജ്ഞാസുക്കളാണ്. എല്ലാ മേഖലകളിലും ശോഭിക്കാൻ കഴിയുന്നവരാണ്.
ഉയർന്ന വൈജ്ഞാനിക സമ്പത്ത് ആർജിച്ചെടുക്കാൻ കഴിയുന്നവരാണ്. പല വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകളുള്ളവരാണ്. ഇതൊക്കെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണെന്ന് പറയാവുന്നതാണ്. ഇവർ കഠിനമായ ഈശ്വരവിശ്വാസികളാണ്. ഇവരിൽ ചിലരൊക്കെ അമിതമായ വിശ്വാസങ്ങളുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാൻ മടിക്കുന്നവരായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉയർന്ന വിശ്വാസവും ആത്മീയതയിലേക്ക് ഉയർന്ന താല്പര്യമുള്ളവരായിരിക്കും. അതിനെ അവർ ഏത് മതവിശ്വാസികളായിരുന്നാലും ആ വിശ്വാസത്തിൽ അവർക്ക് അടിയുറച്ച താല്പര്യവും അതിനനുസരിച്ചുള്ള ജീവിതക്രമങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തി പോകുന്നവരുമായിരിക്കും. പക്ഷെ പലപ്പോഴും അവരത് തുറന്നു പറയുകയോ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നത് മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യുക കുറച്ച് ദുഷ്കരമായിരിക്കും. വളരെ അപൂർവം പേർ മാത്രമേ പ്രകടനാത്മകമായ ഭക്തിയൊക്കെ കാണിക്കാറുള്ളൂ. ഇവർ സഹജീവി സ്നേഹമുള്ളവരാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനുമൊക്കെ താല്പര്യമുള്ളവരും അക്കാര്യങ്ങളൊക്കെ വിജയിക്കുന്നവരുമാണ്. അതുപോലെ തന്നെ ഏതൊരു സംഘടനയുടെ ആയാലും അതല്ല മതപരമായ കാര്യങ്ങളുടെയൊക്കെ തലപ്പത്തെത്തിച്ചേരാൻ കഴിയുന്നവരാണ്. നേതൃത്വ പാഠവുമുള്ളവരാണ്, നേതൃത്വ ഗുണമുള്ളവരാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു നെഗറ്റീവ് ക്വാളിറ്റി, പല നെഗറ്റീവ് ക്വാളിറ്റീസും ഈ ഗ്രൂപ്പിൽപ്പെട്ടവർക്കുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് ക്വാളിറ്റി എന്ന് പറയാവുന്നത് ഇവർക്ക് ആരോടെങ്കിലും വിരോധം തോന്നിക്കഴിഞ്ഞാൽ അത് വളരെയേറെ കാലം കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഇവർക്കുണ്ട്. അതായത് നാഗത്തെ വേദനിപ്പിച്ച് വിട്ടാൽ അത് പ്രതികാരം ചെയ്യുമെന്ന് പറയുന്ന ഒരു സ്വഭാവ സവിശേഷത ഇവർക്കും ഉണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യം അല്ലെങ്കിൽ ഇവരാരെങ്കിലും ഇവരെ ഇൻസൾട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അവരോട് ഇവർക്ക് ഒരു പക മനസ്സിൽ ഉടലെടുക്കുകയും അത് ഒരുപാട് കാലം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സ്വഭാവ സവിശേഷതയുണ്ട്. പക്ഷേ അത് പറഞ്ഞു തീർത്ത് പഴയ സൗഹൃദത്തോടു കൂടി പോകാൻ കഴിയുന്നതൊക്കെ ആണെങ്കിൽ പോലും ഇവർ പലരും അങ്ങനെ ചെയ്യാറില്ല. എന്ന് മാത്രമല്ല, ഒരവസരം കിട്ടിയാൽ ഇവരെ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ അവർ ശ്രമിക്കാറുമുണ്ട്. അങ്ങനെയാണ് കണ്ടുവരുന്നത്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ആരെങ്കിലുമൊക്കെ പറയുന്നത്, ഇവരെ മുഖസ്തുതി ഇഷ്ടപ്പെടുന്നവരാണ് ഇവരിൽ പലരും. അതുകൊണ്ട് തന്നെ ഇവരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ അതിലങ്ങ് വിശ്വസിച്ചിരിക്കുകയും പിന്നീട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്താൻ കുറേയേറെ സമയം എടുക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ചില നെഗറ്റീവ് ക്വാളിറ്റീസ് കൂടി ഉണ്ട് ഇവർക്ക് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇവർ പലപ്പോഴും ഉപകാരം ചെയ്യുന്നവർ അർഹിക്കുന്നവർക്കാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവർക്കിഷ്ടമുള്ളവരെ ഇവർ സഹായിക്കും. പക്ഷേ ആ സഹായിക്കുന്നവർ ഇവരെ തിരിച്ച് സഹായിക്കണമെന്നില്ല. എന്ന് മാത്രമല്ല, ഇവരാരെ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ പലപ്പോഴും ഇവരുടെ ശത്രുക്കളായി മാറുന്നതായിട്ടാണ് പിന്നീട് കണ്ടുവരുന്നത്. അതായത് ഇവർ സഹായിക്കുന്നവർ അതിന് അർഹരായിരിക്കുകയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ സഹായിക്കുമ്പോൾ അത് അർഹതപ്പെട്ട കരങ്ങളിലാണോ എത്തിച്ചേരുന്നത് എന്ന് നോക്കി ചെയ്യുന്നത് കുറച്ചൊക്കെ ഗുണകരമായിരിക്കും. അത് ഈ നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേകതയാണ്. സഹായിക്കുന്നവരിൽ നിന്ന് പലപ്പോഴും തിരികെ സഹായം ലഭിക്കാറില്ല. മറിച്ച് ഇവർ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് പലപ്പോഴും സഹായഹസ്തങ്ങൾ ലഭിക്കാറുണ്ട്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ അമിതമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് പലപ്പോഴും തിരിച്ചടികളും നേരിടേണ്ടി വരുന്നതായി കണ്ടുവരാറുണ്ട്. ഇവർ കൗശലക്കാരാണ്, ഉയർന്ന ബൗദ്ധികമായ നിലവാരം പുലർത്തുന്നവരുമാണ്. പ്രധാനമായിട്ട് ഇവർ ഹീലിംഗ് പവർ ഉള്ളവരായതുകൊണ്ട് തന്നെ മെഡിക്കൽ ഫീൽഡിലൊക്കെ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ്. അതുപോലെ തന്നെ നല്ല ഉപദേഷ്ടാക്കളായി മറ്റുള്ളവരെ ഉപദേശിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ നല്ല അധ്യാപകരായിട്ടും ഒക്കെ ശോഭിക്കാൻ കഴിയുന്നവരാണ്. അതുപോലെ തന്നെ പത്രപ്രവർത്തന മേഖലകളിലും ആത്മീയതയിലും ഒക്കെ ശോഭിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരുമാണ് ഇവർ. പൊതുവെ ഏത് മേഖലകളിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും. കാരണം ഇവർക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും പെട്ടെന്ന് മനസ്സിലാക്കി അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ തന്നെയാണ്. ഉയർന്ന സ്നേഹം ഇവരുടെ ഉള്ളിലുണ്ടെങ്കിലും പലപ്പോഴും ഇവരത് പ്രകടിപ്പിക്കാൻ മടി കാണിക്കാറുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. സഹജീവി സ്നേഹമുള്ളവരാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ്. എന്നാൽ
സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ലുപ്തന്മാരാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഇവർക്ക് ഉണ്ട് താനും. എന്നാൽ ഇവർ സാമ്പത്തികം ചെലവഴിക്കുന്നതിന് പലപ്പോഴും ധാരാളികളായിട്ടാണ് ഇവർ പലരും കണ്ടുവരുന്നത്. ഇവർ സാമ്പത്തികം ചെലവഴിക്കുന്ന വഴികൾ എങ്ങനെയാണെന്ന് അവർക്ക് പോലും അറിയാത്ത രീതിയിൽ ചെലവഴിക്കാറുമുണ്ട്. പക്ഷേ പൊതുവെ ലുപ്തന്മാരായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സ്വഭാവ സവിശേഷത കൂടി ഇവരിലുണ്ട്. ഏതാണ്ട് 34 വയസ്സിന് ശേഷം ആണ് ഇവരുടെ പുരോഗതി എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഇവർക്ക് ജീവിതത്തിൽ ഉടനീളം പുരോഗതി ദൃശ്യമാകുന്നതാണ്. എന്നാൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടം, അത് റിട്ടയർമെൻറ്റ് ഏജ് വരെ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും. അതുപോലെ ഇവരുടെ വിവാഹ ജീവിതമൊക്കെ ഗുണകരമാണ്. വളരെ അപൂർവം പേരുടെ ഗ്രഹനിലയിലുള്ള വ്യത്യാസം കൊണ്ടൊക്കെ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാമെങ്കിലും പൊതുവെ ഗുണകരമായിരിക്കും. ഈ സവിശേഷതകളൊക്കെയാണ് ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്കും പറഞ്ഞിട്ടുള്ളത്. എങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിൽ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലുള്ള ഒരു വിജയം കണ്ടെത്താൻ പ്രയാസമാണ്. എന്തുകൊണ്ടോ ഇവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള വിവാഹമായിരിക്കത്തില്ല ഇവരിൽ പലർക്കും പലപ്പോഴും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ പലപ്പോഴും പലവിധ പ്രതിസന്ധികളും മാനസിക ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഈ സർപ്പനക്ഷത്രക്കാരെക്കുറിച്ച് പൊതുവെ പറയാവുന്ന ഫലങ്ങൾ. നല്ല ഈശ്വരാധീനമുള്ളവരാണ്. എന്നിരുന്നാലും നാഗപ്രീതികരമായ കർമ്മങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നതും പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ചെയ്യുന്നതും ഒക്കെ ഇവരുടെ ജീവിത വിജയത്തിന് കൂടുതൽ മേന്മ നൽകുന്ന ഘടകങ്ങളായിരിക്കും. അപ്പോൾ എല്ലാ സർപ്പനക്ഷത്രത്തിൽപ്പെട്ടവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.